ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അത് പലയിടത്തും പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. അതൊരു പക്ഷേ അത് തുടങ്ങിയത് ഈ വിഷയം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങളാണ്. UDF ആണ്, പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മലയോര യാത്രയിൽ ഉയർത്തിയ വികാരമുണ്ട്. ഞാൻ നിയമസഭയിൽ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2 അടിയന്തര പ്രമേയങ്ങൾ ഞാൻ കൊണ്ടുവന്നു. ഒരു അടിയന്തര പ്രമേയം ടി സിദ്ദിഖും ഒരു അടിയന്തര പ്രമേയം മാത്യു കോൾനാടനും കൊണ്ടുവന്നു. സർക്കാരിന് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തീർക്കാനുള്ള എന്തെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ ആ പ്രമേയം ചർച്ചയ്ക്കെടുക്കണം. അടിയന്തര പ്രമേയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിയമസഭ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ അതിന് സമയം കണ്ടെത്തിയാൽ മതി. 2 മണിക്കൂർ ചർച്ചയ്ക്ക് നിയമസഭയിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 വട്ടം ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടില്ല. മുഖ്യമന്ത്രി യോഗം വിളിക്കണം. ഇതിൻ്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് തന്നെ പല കത്തുകൾ കൊടുത്തു. ഇപ്പം ഭരണകക്ഷി MLA മാർ അൻവർ പറഞ്ഞത് പോട്ടെ, ഇപ്പോൾ കോന്നി MLA-യും അതേ വഴിക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഗവൺമെൻറ് ആ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ്. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മന്ത്രി രാജിവെക്കാൻ ബാധ്യസ്ഥനാണ്. തികഞ്ഞ പരാജയമാണ് ഗവൺമെൻറ്. മന്ത്രി അതിൽ പറയുന്നത് ഞാൻ രാജിവെച്ചാൽ ഇനി അങ്ങോട്ട് ഒരു ഫലപ്രദമായ നടപടികൾ ഉണ്ടാകും. ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കണം. എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്? ഏതിനാണ് പണം അനുവദിച്ചിട്ടുള്ളത്? ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഏറ്റവും അവസാനം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, നഷ്ടപരിഹാരം. അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അല്ലാതെ അതിൻ്റെ അകത്ത് പൈസയൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ ആ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദം അവിടെയും പ്രകടമാണ്. താങ്ക് യു.